നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ടി വിയിൽ ഒരു സിനിമ കാണുന്നു. പഴയ ഏതോ ഒരു സിനിമ, അതിലൊരു പാട്ടുരംഗമാണ് അപ്പോൾ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോഴും അറിയുന്ന മെയിൻ നടനും നടിയും ഒഴിച്ചാൽ ആ പാട്ട് സീനിൽ കൂടെ പാടുന്ന, കൂടെ നിൽക്കുന്ന ആരെയും തന്നെ നമുക്കറിയില്ല. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? അതിൽ ചിലരെങ്കിലും സിനിമ ഒരു പാഷനായി കണ്ട് വലിയ നടനും നടിയും ഒക്കെ ആകാൻ വേണ്ടി വന്നവരായിരിക്കില്ലേ? അവർക്ക് അതിൽ വിജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. നമ്മളിൽ പലർക്കും ഉണ്ടാകാറുള്ള ഈ ഒരു തോട്ട് സിനിമയാക്കിയാൽ എങ്ങനെയുണ്ടാകും? അതാണ് ചുരുക്കത്തിൽ രേഖാചിത്രം എന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയ്ക്ക് എന്താണ് രേഖാചിത്രം എന്ന് പേരിട്ടിരിക്കുന്നത്? രേഖയുടെ ചിത്രമായതുകൊണ്ടാണോ, അതോ ഒരു രേഖാചിത്രം വരച്ച് മറഞ്ഞിരിക്കുന്ന ആളെ പുറത്തെത്തിക്കുന്ന കഥയായതുകൊണ്ടാണോ? എന്തു തന്നെയായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് ചിന്തകളാണ് എന്റെ മനസ്സിൽ വന്നത്. വെറും ഒരു ബിലോ ആവറേജ് കഥയുള്ള, ഇനി എന്തായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇത്തിരി ലാഗ് ഉള്ള ഒരു സിനിമയാണോ ഇത്? അതോ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ടെക്നിക്കൽ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുടെ സാധ്യതകൾ, പഴയ മലയാള സിനിമകൾക്കുള്ള ഒരു ട്രിബ്യൂട്ട്, അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഒരു ബ്രില്യൻ മൂവിയാണോ? രേഖാചിത്രം എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. 10-45 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം, അതിനെപ്പറ്റി പ്രതികളിൽ ഒരാളായ ഒരു വ്യക്തി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം കൂട്ടുപ്രതികളുടെ പേരും പുറത്തുവിട്ടിരിക്കുന്നു. എന്നാൽ ആരാണ് മരിച്ചത്, എന്തിനാണ് കൊന്നത് എന്ന് വെളിപ്പെടുത്തുന്നില്ല. ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടത് ഇനി പോലീസിന്റെ പണിയാണ്. മരിച്ചതാര്, കൊന്നതെങ്ങനെ, എന്തിനു കൊന്നു, ഇതൊക്കെയാണ് രേഖാചിത്രം പറയുന്നത്. എന്നാൽ ഈ സംഭവങ്ങളിലൊന്നും മലയാള സിനിമയിൽ മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ട്വിസ്റ്റുകളോ വേറിട്ട രീതികളോ ഒന്നുമില്ല. മരിച്ചതൊരു പെൺകുട്ടി, കൊല്ലുന്നത് മോഷണം മറയ്ക്കാൻ. ഇതൊന്നും അത്ര വേറിട്ടതോ എക്സ്ട്രാ ഇൻട്രസ്റ്റിംഗ് ആയതോ ഒന്നുമല്ല. എന്നാൽ ഈ ഒരു സാധാരണ കഥയെ, ഒരു സാധാരണ ത്രില്ലറിനെ വേറിട്ടൊരു കഥയാക്കാൻ ചില ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിനിമയെ വേറിട്ട് നിർത്തിയ ആ ട്രിക്കുകളാണ് ഈ സിനിമയുടെ വിജയം. നിങ്ങളുടെ കയ്യിൽ ഒരു സാധാരണ കഥ, അതിപ്പോ ക്രൈം ത്രില്ലർ ആണെങ്കിൽ അത്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണെങ്കിൽ അത്, അതിനെ നല്ലതാക്കാൻ ചില ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിന് കഴിയും. അതിന് ഇതുവരെ കാണാത്ത ട്വിസ്റ്റ് ഒന്നും തേടി പോകേണ്ടതില്ല എന്ന് കാണിച്ചു തന്ന സിനിമയാണ് രേഖാചിത്രം. ഒന്നാമത്തെ ട്രിക്ക് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ്. അതിൽ തന്നെ ആ ഹിസ്റ്ററി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സിനിമ എന്ന മാധ്യമത്തോടെ തന്നെ ചേർത്ത് വെച്ചത് ബ്രില്യൻ ഐഡിയ ആണ്. കാതോട് കാതോരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ഒരു കഥ. രണ്ടാമത്തേത് AI ഉപയോഗമാണ്. മമ്മൂട്ടിയുടെ കാതോട് കാതോരം എന്ന സിനിമയിലെ രൂപം AI ഉപയോഗിച്ച് സൃഷ്ടിച്ചത് നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. സിനിമയും രേഖയുടെ കഥയും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതൊക്കെ രസമായിരുന്നു. പ്രത്യേകിച്ച് മുത്താരം കുന്ന് PO എന്ന സിനിമയും മമ്മൂട്ടി ചേട്ടനും അത് വന്ന വഴികൾ ജഗദീഷ് വിവരിക്കുന്നതുമൊക്കെ യഥാർത്ഥ ഹിസ്റ്ററിയും ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയും ഇങ്ങനെ ഇഴയെടുത്ത് കിടക്കുന്ന ഒരു ഫീൽ തന്നു. ജോൺ പോളിന്റെ വിവരണം വരെ ഉൾപ്പെടുത്താൻ കാണിച്ച ആ മിടുക്കും അഭിനന്ദിക്കേണ്ടത് തന്നെ. ഇക്കാലവും അക്കാലവും വളരെ മികച്ച രീതിയിൽ കഥയിൽ കൊണ്ടുവരാൻ പ്രയോഗിച്ച ടൂളുകളാണ് ജോൺ പോളും മുത്താരം കുന്നും ജഗദീഷും ഒക്കെ. ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഈ സിനിമ കാരണമാകുന്നുണ്ട്. കാതോട് കാതോരത്തിലെ ആ പാർട്ടി സീനിലെ ആളുകളൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? അങ്ങനെ എത്രയെത്ര രംഗങ്ങൾ, എത്രയെത്ര മനുഷ്യർ. പിന്നെ ശരിക്കും 45 വർഷം മുമ്പും ഇപ്പോഴും നമ്മുടെ സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാർസ് മാറ്റമില്ലാതെ ഇങ്ങനെ തുടരുകയാണ് എന്ന ചിന്തയും വന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. പൊതുവെ സിനിമ പശ്ചാത്തലമായ സിനിമകൾ വരുമ്പോൾ അതിൽ മിക്കതും ഫ്ലോപ്പ് ആകാറാണ് പതിവ്. എന്നാൽ രേഖാചിത്രം അതിൽ കാണിച്ച കൈയടക്കം കാരണം വിജയമായി. ഇത്തരം മികവുകളൊക്കെ ഉള്ളപ്പോഴും ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് തോന്നിപ്പിച്ച സിനിമയാണ് എനിക്ക് രേഖാചിത്രം. സിനിമ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കഥയാണ് പറയുന്നതെങ്കിലും സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത പലരും അത് മോശമായാണ് ചെയ്തത് എന്ന് തോന്നി. ആസിഫ് അലി, അനശ്വര, സരിൻ, സായ്കുമാർ, ഇന്ദ്രൻസ്, മനോജ് കെ ജയൻ, അങ്ങനെ മുൻനിര താരങ്ങൾ വളരെ നന്നായി തന്നെ അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. സിനിമ ഇടയ്ക്കൊക്കെ ഡ്രാഗ് ചെയ്യുന്നത് പോലെ തോന്നി. സിനിമയിൽ വേറെ കൊണ്ടുവന്ന ഒരു ഷോക്ക് ഫാക്ടർ എന്നത് പുഷ്പം എന്ന കഥാപാത്രമാണ്. ഒരു സ്ത്രീയാണ് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്ന് കാണുന്നത് നമുക്ക് ഇപ്പോഴും ഒരു ഞെട്ടലധികം തരുന്ന കാര്യമാണ്. സിനിമയിൽ ആ ഒരു സംഭവത്തെ നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ മനോജ് കെ ജയൻ ചെയ്ത വിൻസെന്റ് എന്ന കഥാപാത്രം ഇത്ര കാര്യമായി നോക്കുന്നത് പുഷ്പയെയാണ് ഇത് പ്രേക്ഷകർ മനസ്സിലാക്കുമ്പോൾ ആ ഒരു മൊമെന്റ് വളരെ നന്നായി തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അതേപോലെ മനോജ് കെ ജയന്റെ പൂർവ്വകാലം ചെയ്ത ഉണ്ണിലാലുവും ആ വേഷം ഗംഭീരമാക്കിയിട്ടുണ്ട്. ആസിഫ് അലി, അനശ്വര രാജൻ, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ എക്സ്ട്രാordinary പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സ്പേസ് ഒന്നുമില്ലെങ്കിലും രണ്ടുപേരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അനശ്വര മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആസിഫ് അലിക്ക് അർഹിച്ച അംഗീകാരം ഇപ്പോൾ കിട്ടാനും തുടങ്ങിയിരിക്കുന്നു. ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായ നായകൻ എന്നതും ഒരു വെറൈറ്റി സമീപനമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കുകളെല്ലാം വർക്ക്ഔട്ട് ആയിട്ടുള്ളവർക്ക് ഇതൊരു നല്ല സിനിമയാണ്. എന്നാലും ഇത്തിരി ഡ്രാഗ് ഉണ്ട്. ചെറിയ റോളുകൾ ചെയ്തവർ അത്ര പോരാ എന്ന നെഗറ്റീവും സിനിമ കണ്ടപ്പോൾ തോന്നി. പിന്നെ സിനിമയുടെ മറ്റൊരു വലിയ പോരായ്മ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന രീതിയിൽ ഒരു പഞ്ച് തരാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ഓരോരോ കണ്ണികളായി ഇങ്ങനെ കണക്ട് ചെയ്ത് ആസിഫ് അലിയുടെ കഥാപാത്രത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോഴും പേഴ്സണലി അതത്ര എൻഗേജിംഗ് ആയി തോന്നിയില്ല. പിന്നെ നായകൻ സീനിയറായ പോലീസിനെ തല്ലുന്ന സീനൊക്കെ കഥയിൽ അനാവശ്യമായി ഉൾപ്പെടുത്തിയ സംഭവമായി തോന്നി. അതുപോലെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും ഫുൾ ടൈം ജോബിലുള്ള നായകന് ഇതിന്റെ പുറകെ കൂളായി നടന്ന് അന്വേഷിക്കാൻ പറ്റുന്നത്
നടക്കുന്നതും സംശയത്തിന്റെ പേരിൽ രണ്ടുപേരെ തല്ലി റെഡിയാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അവർ കൊല്ലപ്പെടുന്നതും ഇതൊക്കെ നടക്കുമ്പോഴും ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്തതും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ചില ഡയലോഗ്സും ഒക്കെ ആയിരിക്കാം സിനിമയിലെ മറ്റു കാര്യങ്ങൾ മികച്ചതാകുമ്പോഴും സിനിമയെ മൊത്തത്തിൽ പുറകോട്ട് വലിച്ചത്. അപ്പൊ എന്താണ് രേഖാചിത്രം എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.